നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഇഡലിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തലേദിവസം തന്നെ അരി അരക്കി ഉഴുന്ന് വെള്ളത്തിലിട്ട് വെക്കേണ്ട ഒന്നും ആവശ്യമില്ല. നമുക്ക് രാവിലെ തന്നെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഇഡലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. റവ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇഡലി ഉണ്ടാക്കുന്നത്. റവ വെച്ചിട്ടുണ്ടാക്കുന്ന ഇഡലി എന്ന് പറയുമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. അത്യാവശ്യം എനർജി കിട്ടുന്ന രീതിയിലുള്ള കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇഡലിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചട്നീൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഡലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വന്നോട്ടെ. എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. കടുക് മുഴുവനായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊരു 1/2 ടീസ്പൂൺ തന്നെ ഇടുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 5-6 കാഷ്യൂനട്ട്, അതായത് കശുവണ്ടിയും കൂടെ ഇതൊന്ന് നുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. കശുവണ്ടിയും കൂടെ ഇടുമ്പോൾ അത്യാവശ്യം പ്രോട്ടീനും കിട്ടും. പിന്നെ നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലതുമായിരിക്കും കേട്ടോ ഇഡലിയിൽ. ഒരുപാട് കളർ മാറാൻ നിൽക്കണ്ട. ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും കൂടെ പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം എരിവുള്ളൊരു പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണൊക്കെ ഇഞ്ചി നുറുക്കിയതും കൂടെ ചേർക്കുന്നുണ്ട്. ചെറിയൊരു കഷ്ണമാണ്. ഒന്നങ്ങ് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും കൂടെ ചേർക്കുന്നുണ്ട്. അതും ചെറുതാക്കി പൊടിയാക്കി അരിഞ്ഞതാണ്. 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. 2-3 ആയാലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി വാട്ടിയെടുക്കാം. പെട്ടെന്ന് തന്നെ ആവട്ടോ, നമ്മൾ വളരെ ചെറുതാക്കിയിട്ടല്ലേ മുറിച്ചിട്ടുള്ളത്, അതുകൊണ്ട്. ഇനി ഇതിലേക്ക് റവ ചേർക്കാം. 1 കപ്പ് റവ ചേർക്കുന്നുണ്ട് കേട്ടോ. ബോംബെ റവയാണ് ഇത്, വറുക്കാത്ത റവയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കരിഞ്ഞു പോകാതെ ഒന്ന് വറുത്തെടുക്കാം. വറുത്ത റവയാണെങ്കിലും 2-3 മിനിറ്റും കൂടി ഒന്ന് വറുത്തെടുത്തോട്ടോ. കാരണം അതിൻ്റെ ഒരു പച്ച ചുവ ഉണ്ടാവും, അതൊന്ന് മാറിയിട്ട് നല്ലൊരു മണം വരുന്നവരെ അങ്ങ് വറുത്തെടുത്താൽ മതി. ഞാൻ ഈ റവ 5 മിനിറ്റ് വറുത്തെടുത്തിട്ടുണ്ട്. കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി നല്ലൊരു മണം വരും കേട്ടോ. ഇഞ്ചിയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു നല്ലൊരു മണം വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇത് ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിരിക്കരുത് കേട്ടോ, കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ ഇഡലിക്കുള്ള മാവ് കലക്കാനുള്ള ആ പാത്രത്തിലേക്ക് തന്നെ മാറ്റാം കേട്ടോ. അതല്ലെങ്കിൽ പെട്ടെന്നാവണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് അങ്ങ് നിരത്തിയിട്ട് കൊടുത്താൽ മതി. നമുക്കൊരു 12 ഇഡലി വരെയൊക്കെ ഉണ്ടാക്കാൻ ഇത്രയും റവ മതി കേട്ടോ. അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ റവ കൂടുതൽ എടുക്കണം. അതിനനുസരിച്ച് ബാക്കിയുള്ള സാധനങ്ങളിലും വ്യത്യാസം വരുത്തണേ. ഞാനിപ്പോൾ ഇത് പരന്നൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി ഇത് തണുത്ത് വരട്ടെ കേട്ടോ. തണുത്ത് വന്നിട്ട് നമുക്കിതൊന്ന് മാവായിട്ട് കലക്കിയെടുക്കാം. റവ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത കട്ട തൈരാണ്. അതും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തൈര് റവയിലേക്ക് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു ഇഡലിയിലേക്ക് ഉഴുന്നൊന്നും ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ തൈര് ചേർത്തിരിക്കുന്നത്. അപ്പോൾ തൈര് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ലൂസ് പോരാ, നമുക്ക് കുറച്ചും കൂടെ ലൂസ് വേണം. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതങ്ങ് കലക്കിയെടുക്കുന്നുണ്ട്. മാവ് കലക്കിയെടുക്കുമ്പോൾ ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ. നമുക്കൊന്ന് കോരി ഒഴിക്കണം, ആ ഒരു പാകത്തിന് മതി. ഇപ്പം നമ്മൾ 1 കപ്പ് വെള്ളമല്ലേ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തൈരിലും വെള്ളത്തിലും കിടന്നിട്ട് റവ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടണേ. അതിന് വേണ്ടിയിട്ടൊരു 15 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. ഇപ്പം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. ഇതൊന്ന് കുതിർന്ന് വന്നിട്ട് അവസാനം നമുക്ക് ലൂസൊക്കെ പാകത്തിനാണോ എന്നൊക്കെ നോക്കിയിട്ട് വെള്ളം കൂടെ വേണമെങ്കിൽ ചേർത്തിട്ട് എന്നിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 15 മിനിറ്റ് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്കുള്ള ചട്നിയും കൂടെ റെഡിയാക്കി വെക്കാം കേട്ടോ. ഞാനിപ്പം ഈ ഇഡലി വേവാൻ വെക്കുന്ന സമയത്താണ് കേട്ടോ ചട്നി ഉണ്ടാക്കുന്നത് കാണിക്കുന്നത്. അപ്പോൾ മാവ് ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന അത്രയും ലൂസിലല്ല ഇപ്പോൾ ഉള്ളത്. റവയൊക്കെ വെള്ളം കുടിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഇത് കുറുകി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഈ ഒരു ലൂസിലാണ് കലക്കിയിട്ടുള്ളത്. നമുക്കൊന്ന് കോരി ഒഴിക്കുമ്പോൾ താഴേക്ക് വീഴണം, അത്രയും മതി. അതുപോലെ നമ്മൾ ഓരോരുത്തരെടുക്കുന്ന റവയും അതുപോലെ വറക്കാനെടുക്കുന്ന സമയമൊക്കെ വ്യത്യാസമായിരിക്കുമല്ലോ. അതിനനുസരിച്ച് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകുക, അതൊന്ന് ശ്രദ്ധിക്കണം. എന്തായാലും ഇതുപോലെ കോരി ഒഴിക്കുമ്പോൾ ഒന്ന് താഴേക്ക് വീണാൽ മതി. ആ ഒരു ലൂസിന് കലക്കിയാൽ മതി, ഒരുപാട് ലൂസായി പോകണ്ട. ഞാനൊരു 1/4 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ. ബാക്കി ഇതായത് ഇത്രയും ബാക്കിയുണ്ട്. ഇത്രയും ചേർക്കുന്നുള്ളൂ കേട്ടോ. ഈ ഒരു പാകത്തിന് കലക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിക്കാനുള്ള വെള്ളം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു ഇഡലി പാത്രത്തിലേക്ക് 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് മാവിലേക്കുള്ള ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. കലക്കി നോക്കിയിട്ട് പാകത്തിന് അല്ലെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഉപ്പിൻ്റെ കൂടെ തന്നെ ഒരു നല്ലോണം ഒരു നുള്ള്
ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. 1/4 ടീസ്പൂൺ മതിയാകും. ഈ ഒരു ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുകയാണെങ്കിൽ ഇഡ്ഡലി നമുക്കൊരു പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടും. അതിൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ആവും കൂടെ ചെയ്യും കേട്ടോ. അത്രയേ ഉള്ളൂ. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്ന് മാത്രം. അപ്പോൾ ഉപ്പും ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്പോൾ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. നമ്മളിതൊക്കെ മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും വെള്ളം ചൂടായിട്ടുണ്ടാകും. വെള്ളം ചൂടായി വരുമ്പോൾ അതിന് മുകളിലേക്കൊരു ഇഡ്ഡലി തട്ട് കുറച്ച് എണ്ണയും തടവിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ തട്ടൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് മാവ് കോരി ഒഴിക്കാം. തട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ കുഴിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊരു 8 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇഡ്ഡലിയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് തട്ട് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് തണുക്കാനായിട്ട് വെക്കാം. ഒന്നങ്ങ് തണുത്ത് കഴിയുമ്പോൾ ഇഡ്ഡലി ഇതിൽ നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് അതല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ഇതുപോലെ അങ്ങ് ഇളക്കി മാറ്റിയെടുക്കാം. സ്പൂണിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. കൈ കൊണ്ട് തന്നെ ഇളക്കി മാറ്റാവുന്നതേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ഷേപ്പിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത തട്ടിലേക്ക് എണ്ണ തടവിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തട്ടൊന്ന് ചൂടായി വരുമ്പോൾ ബാക്കിയുള്ള മാവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൊത്തത്തിലൊരു 12 ഇഡ്ഡലിക്കുള്ള മാവ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതും അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഇഡ്ഡലിക്കുള്ള മാവ് കലക്കിയപ്പോൾ അതിലേക്ക് തൈരായിരുന്നു കേട്ടോ ചേർത്തിട്ടുണ്ടായിരുന്നത്. 1/2 കപ്പ് തൈര് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി തൈരിന് പകരം നമുക്ക് മോരാണെങ്കിൽ മോര് ചേർത്താലും മതി കേട്ടോ. അതാകുമ്പോൾ പിന്നെ നമ്മൾ 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അത്രയും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. മോര് ലൂസായിട്ടല്ലേ ഉള്ളത്. അപ്പോൾ ഒരു കപ്പ് റവയാണെങ്കിൽ ഒരു 2 കപ്പ് മോരൊക്കെ ഒഴിച്ചിട്ട് കലക്കിയെടുത്താൽ മതി. ഇഡ്ഡലി വെന്ത് വരാൻ എന്തായാലും ഒരു 10 മിനിറ്റ് എടുക്കുമല്ലോ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ചട്നിയും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു ചട്നിയാണ്. അപ്പോൾ ഈ ഒരു ചട്നിയും കൂടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉള്ളിയും 2 നല്ല പഴുത്ത തക്കാളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഒരു 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എണ്ണയിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഉള്ളി തക്കാളി ഒന്ന് നമുക്ക് റഫായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ചെറുതാക്കി നൈസാക്കിയിട്ട് മുറിക്കണമെന്നൊന്നുമില്ല, വെറുതെ അങ്ങ് മുറിച്ചിട്ടാൽ മതി. എന്താ ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങ് മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വാട്ടാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. എണ്ണയൊന്ന് ചൂടായി വന്നോട്ടെ. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഉണ്ടല്ലോ 3 എണ്ണം, അതങ്ങ് വറുത്ത് കോരി മാറ്റി വെക്കാം. എന്നിട്ട് ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങ് വാട്ടിയെടുക്കാം. മുളക് കരിഞ്ഞു പോകാതെ ഒന്ന് വറുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നടുക്കെ ഒന്ന് പൊളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഇഞ്ചി ഉണ്ടല്ലോ, അത് നമ്മൾ 2-3 കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് വാട്ടിയെടുക്കാം. ഒരുപാട് വഴറ്റി ബ്രൗൺ കളറാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. അപ്പോൾ ഇത് ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് തന്നെ വേവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചട്നിക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും മതി. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അരച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ തക്കാളി ഇത് നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് തണുക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് ചാറിലേക്ക് മാറ്റിയിട്ട് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ അരയ്ക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന മുളകുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് മതി കേട്ടോ. നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്. ഉപ്പ് നോക്കി പാകത്തിനുണ്ട്. നോക്കിയിട്ട് ഇല്ലെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇത് നമുക്ക് കടുക് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ തന്നെ ഉപയോഗിക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കടുകും കൂടെ താളിച്ചിടുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കുന്നു മാത്രം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി കടുക് വറുക്കാൻ വേണ്ടിയിട്ടൊരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. കരിഞ്ഞു പോകാതെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് അരച്ചു വെച്ചിരിക്കുന്ന ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ ചൂടോടുകൂടി തന്നെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ചട്നി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കടുക് വറുത്തിട്ട് അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്നത് ഒഴിക്കാതെ നമ്മൾ അരച്ചു വെച്ചത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കുക. എന്നിട്ട് അതിലേക്ക് കടുക് വറുത്തത് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതാണ് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള രീതി. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടുമില്ല. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇത്. ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.
അപ്പോൾ ഇതാ ഇഡലിയുടെ മുഴുവനും എടുത്ത് വെച്ചിട്ടുണ്ട്. 12 ഇഡലി ഇട്ടിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ഷേപ്പുള്ള നല്ല സോഫ്റ്റ് ഇഡലി തന്നെയാണ്. നമുക്ക് ഈ ഒരു ചട്നി കൂട്ടിയിട്ട് കഴിക്കാം. ഈ ഒരു ചട്നി തന്നെ വേണമെന്നില്ല കേട്ടോ. നമ്മൾ സാധാരണ അരയ്ക്കുന്ന തേങ്ങാ ചമ്മന്തിയോ അതല്ലെങ്കിൽ പുതിനേൻ്റെയോ മല്ലിയിലേൻ്റെയോ ഒക്കെ ചമ്മന്തി കൂട്ടിയിട്ടും കഴിക്കാം. അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇഡലി ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അരിയൊന്നും അരച്ച് വെക്കാത്ത നേരത്ത് നമുക്ക് ഇതുപോലെ റവ ഉണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ എഴുതണേ. ഈ ഒരു ഇഡലി നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല ലഞ്ച് ബോക്സിലൊക്കെ വേണമെങ്കിൽ കൊടുത്തു വിടാം കേട്ടോ. അതല്ലെങ്കിൽ ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇഡലി തന്നെയാണ്. ബേക്കിംഗ് സോഡ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ ചേർക്കാതെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്. അതും അതിലെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയതായിട്ടിരുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.